ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ നോമ്പും കഴിയുമ്പോൾ ആ നോമ്പ് എത്രത്തോളം ഫലപ്രദമായി അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന ഒരു വിലയിരുത്തൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. നാം ചെയ്യുന്നൊരാരാധന അതിൻ്റെ സ്വീകാര്യതയാണ്, കബൂലാണ് ഏറ്റവും പ്രധാനം. തുടരെ നിരന്തരമായിട്ട് അള്ളാഹുവോട് ആ കർമ്മം സ്വീകരിക്കാനുള്ള മനം തൊട്ടുള്ള പ്രാർത്ഥനയാണ് എപ്പോഴും ഉണ്ടാവേണ്ടത്. നോമ്പ് 4 നാം തുറക്കാൻ ഇരിക്കുമ്പോൾ എത്രത്തോളം അള്ളാഹുവിലേക്ക് നാം നമ്മുടെ കൈകൾ ഉയർത്തിയിട്ടുണ്ട് എന്ന് ആലോചിക്കേണ്ടുന്ന ഒരു നിമിഷമാണിത്. ജീവിതം പ്രാർത്ഥനയാവണം. ഞാൻ പ്രാർത്ഥിച്ചോ, നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചാൽ എത്രത്തോളമാണ് ആ പ്രാർത്ഥന ഉണ്ടായത് എന്ന് നാം ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ അള്ളാഹു എങ്ങനെ പരിഗണിക്കാനാണ് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. സൂറത്തുൽ ഫുർഖാനിലെ അവസാനത്തെ ആയത്ത്, ഖുൽ നബിയെ അവരോട് ചോദിക്കൂ, പറയൂ, മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ എൻ്റെ റബ്ബ് പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാത്തവരെ അള്ളാഹു പരിഗണിക്കില്ല. ചോദിക്കാതെ അള്ളാഹു തരും എന്ന ഒരമിത പ്രതീക്ഷ ആർക്കും വേണ്ടതില്ല. എത്രത്തോളം നാം പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളമാണ് അള്ളാഹു നമ്മെ പരിഗണിക്കുക എന്ന ഉറച്ച ബോധ്യമാണ് നമുക്കെപ്പോഴും ഉണ്ടാകേണ്ടത്. കാരണം പ്രാർത്ഥനയേക്കാൾ അള്ളാഹുവിങ്കൽ ആദരിക്കപ്പെടുന്ന മറ്റൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം തിർമിദി ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിനദ്ദുആ, പ്രാർത്ഥനയേക്കാൾ ദുആയിനേക്കാൾ അള്ളാഹുവിങ്കൽ ആദരിക്കപ്പെടുന്ന ഒന്നുമേയില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥന ആരാധനയാണ് എന്നും അത് ആരാധനയുടെ മജ്ജയാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഇപ്പോൾ നാം പറയുന്നത് ഇപ്പോഴാണ് അത് പറയേണ്ടത് എന്നതുകൊണ്ടാണ്. റമളാനുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നിടത്ത് നിങ്ങൾക്കൊക്കെ അറിയാം, സൂറത്തുൽ ബഖറ 183 ആയത്ത് അത് നോമ്പിനെ കുറിച്ചാണ്. അത് നോമ്പ് നിർബന്ധമാക്കിയതിനെക്കുറിച്ചാണ്. 184 അതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. 185 ആയത്ത് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച റമളാനിലാണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ അങ്ങനെ പറയും. 186 കഴിഞ്ഞിട്ട് 187 ആയത്തും നോമ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ വിശദീകരിക്കുന്നതാണ്. അതിനൊക്കെ ഇടക്ക് വെച്ചിട്ടാണ് അള്ളാഹു മർമ്മപ്രധാനമായ ഒരു കാര്യത്തെ അവതരിപ്പിക്കുന്നത്. അതെന്താണ്? അത് പ്രാർത്ഥനയാണ്. 186 ആയത്തിൽ അള്ളാഹു പറയുന്നത്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, നബിയെ വൈദാ സഅലക അവർ നിന്നോട് ചോദിച്ചാൽ
വൈദാ സാലക ഇബാദി, എൻ്റെ അടിയാറുകൾ അടിമകൾ നിന്നോട് ചോദിച്ചാൽ, ആരെപ്പറ്റി? അന്നി, എന്നെപ്പറ്റി, അള്ളാഹുവെ പറ്റി ചോദിച്ചാൽ, ഫഇന്നി ഖരീബ്, തീർച്ചയായും ഞാൻ സമീപസ്ഥനാണ് എന്ന് പറഞ്ഞേക്കൂ എന്നാണ്. ആ ആയത്തിൻ്റെ ഘടന നമ്മൾ പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, വൈദാ സാലക ഇബാദി അന്നി, എൻ്റെ അടിമകൾ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ, ഖുൽ, നീ പറയണം എന്ന് പറയണമായിരുന്നു. പക്ഷെ ആ ഖുൽ എന്ന പദം പോലും അള്ളാഹു അവിടുന്ന് മാറ്റിയിട്ടാണ്, അത് പറയാതെയാണ് ഫഇന്നി ഖരീബ് എന്ന് പറയുന്നത്. അത്രയും ഞാൻ അത് പറയുന്നൊരു സമയം പോലും അള്ളാഹു മാറ്റിവെക്കുക. എന്നിട്ട് ഫഇന്നി ഖരീബ് എന്ന് പറയുകയാണ്, ഞാൻ അവരുമായിട്ട് വളരെ സമീപസ്ഥരാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു അവിടെ പറയുമ്പോൾ നോക്കൂ, ഇടക്ക് കയറിയിട്ട് വേറിട്ട ഒരു പ്രസ്താവന അള്ളാഹു കൊണ്ടുവരികയാണ്. നോമ്പുമായി ബന്ധപ്പെട്ട്, ഖുർആനുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ നിയമവലികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് പ്രാർത്ഥനയെ പ്രത്യേകം ഈ വിധം എടുത്തു പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ടുന്ന ഒരേ ഒരു കാര്യം, ഈ പ്രാർത്ഥനയും റമളാനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്ന് തന്നെയാണ്. അതാണ് നാം നേരത്തെ പറഞ്ഞത്, അള്ളാഹുവിങ്കൽ ഇത്രമേൽ ആദരിക്കപ്പെടുന്ന മറ്റ് ഒരു കാര്യവും ഇല്ല എന്ന്. ഇവിടെ ഫഇന്നി ഖരീബ് എന്ന് പറയുമ്പോൾ ഞാൻ വളരെ സമീപസ്ഥനാണെന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ലാതെ വളരെ നേരിട്ട് തന്നെ അള്ളാഹുവിനോട് ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും ഒരടിമക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും, പ്രതിഫലം ലഭിക്കും എന്ന മനോഹരമായിട്ടുള്ള വളരെ നല്ല ഒരു ആശ്വാസമാണ് ഇതിലൂടെ അള്ളാഹു നൽകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴാണ് പ്രാർത്ഥനയുടെ സമയം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, 3 പ്രാർത്ഥനകൾ അള്ളാഹു ഒരിക്കലും തള്ളിക്കളയില്ല. 3 പേരുടെ പ്രാർത്ഥന അള്ളാഹു തള്ളില്ല. അതിൽ ഒരാളുടെ പ്രാർത്ഥന അസ്വാഇമു ഹത്താ യുഫ്തിറ എന്നാണ്. ഒരു നോമ്പുകാരൻ നോമ്പ് തുറക്കും വരെ ഉള്ള പ്രാർത്ഥന, ആ ഒരു ഘട്ടത്തിലാണ് നാം ഇപ്പോഴുള്ളത്. നമുക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് തുറക്കാൻ പോവാണ്. ഈ സന്ദർഭത്തിലെ പ്രാർത്ഥനയ്ക്ക് എത്രമേൽ പ്രാധാന്യമാവുള്ളത്. നോമ്പുകാരായിട്ടുള്ള പ്രാർത്ഥന അള്ളാഹു തള്ളുകയില്ല എന്ന റസൂലുള്ളാഹി. അത് 3 പ്രാർത്ഥനകൾ പ്രത്യേകം പറഞ്ഞു. ഒരാൾ നീതിമാനായ ഒരു ഭരണാധികാരിയാണ്, ജനങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരാൾ, ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു കാര്യകർത്താവ്, അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയില്ല. മറ്റൊന്ന് ദഅവത്തുൽ മദ്ലൂം, മർദ്ദിതൻ്റെ പ്രാർത്ഥന എന്നാണ്. പീഡിപ്പിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയില്ല. ആ കൂട്ടത്തോട് ചേർത്ത് വെച്ച് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു പ്രസ്താവനയാണ് അസ്വാഇമു ഹത്താ യുഫ്തിറ, നോമ്പ് തുറക്കും വരെ, മുറിക്കും വരെയുള്ള ഒരു നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയില്ല. അതുകൊണ്ട് ആ വിധത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി സമയം നാം കണ്ടെത്തണം. എത്രമേൽ കാര്യങ്ങളാണ് അള്ളാഹുവോട് നമുക്ക് ചോദിക്കാനുള്ളത്. നമുക്കറിയില്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്. എന്തിനേക്കാളും ഉപരി നാം പ്രാധാന്യം കൊടുക്കേണ്ടത് നമുക്കൊക്കെ നരകത്തു നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കണം. ഇവിടുത്തെ ജീവിതം വളരെ നശ്വരമാണല്ലോ, വളരെ നൈമിഷികമാണ്. എപ്പോഴും മരണം അത് വളരെ അടുത്തുണ്ട്. എപ്പോഴാണ് അതിൻ്റെ സന്ദർഭം നമുക്കറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വലിയ ജീവിതം, ആ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ വിചാരണയെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. അവിടുത്തെ രക്ഷയെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കേണ്ടത്. അപ്പോൾ പരലോകത്തെ നരകമോചനമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്ന ലില്ലാഹി ഉതഖാ മിനന്നാർ, തീർച്ചയായും അല്ലാഹുവിന് നരകമോചനം ലഭിക്കപ്പെടുന്ന ചില ആളുകളുണ്ട്. നരകമോചനം ലഭിക്കപ്പെടുന്ന ചില ആളുകൾ. വദാലിക കുല്ല ലൈലത്തിൻ, അത് എല്ലാ രാത്രികളിലുമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത്
അസ്വാഇമു ഹത്ത യുഫ്തിറ എന്നാണ്. അഥവാ നോമ്പ് തുറക്കും മുമ്പുള്ള നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ള തള്ളിക്കളയില്ല. നിങ്ങൾ എന്ത് കാര്യങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ വെച്ചാലും അതോടൊപ്പം തന്നെ നരകമോചനവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ പ്രാർത്ഥന അത് രാത്രിയിലാവട്ടെ കൂടുതൽ. എന്തുകൊണ്ടെന്നാൽ അത് വദാലിക കുല്ല ലൈല, എല്ലാ രാവിലും ആ വിമോചനം സംഭവിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകളെ നരകത്തിലേക്ക് പേര് വെക്കപ്പെട്ട, നിർദ്ദേശിക്കപ്പെട്ട, ലിസ്റ്റ് ചെയ്തിട്ടുള്ള എത്രയോ ആളുകളെ അല്ലാഹു ഈ വിശുദ്ധ റമളാനിൻ്റെ എല്ലാ രാവിലും മോചിപ്പിക്കുന്നു എന്ന സന്തോഷ വാർത്ത നമ്മെ അറിയിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ടാസ്ക് വെച്ച് തരുന്നുണ്ട്. എന്താണത്? നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നതാണ്. രാത്രി സന്ദർഭത്തിൽ നരകമോചനത്തിന് വേണ്ടി അല്ലാഹുമ്മ അത്ഖിനാ മിനന്നാർ എന്ന് നമുക്കറിയില്ലേ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണമേ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇജ്അൽനാ മിൻ ഉതഖായിക മിനന്നാർ, നരകത്തിൽ നിന്ന് മോചനം സിദ്ധിച്ചവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന. ഇതാണ് ഏറ്റവും പ്രധാനമാകേണ്ടുന്ന പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥന തന്നെ പലപ്പോഴും ഇങ്ങനെ ലിസ്റ്റ് ക്രമീകരിക്കേണ്ടതുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനയിൽ ഒന്നാമതായി വരേണ്ട കാര്യം അത് മഗ്ഫിറത്താവണം, പാപമോചനമാണ്. പാപമോചനമാണ് ആദ്യം. അള്ളാഹുവിനെ പൊറുക്കണേ, മാപ്പാക്കണമേ എന്ന പ്രാർത്ഥന, ഇസ്തിഗ്ഫാറാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്കറിയാമല്ലോ, റബ്ബന വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അത് നബി അലൈഹി ഇസ്ലാമിൻ്റെ നമ്മുടെ മാതാവായ ഹവ്വ റളിയല്ലാഹു തആല അൻഹയുടെ പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നക അഫുവൻ, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പിനെ നീ ഇഷ്ടപ്പെടുന്നു, മാപ്പ് ചെയ്യാൻ നീ കൊതിക്കുന്നു. അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് മാപ്പിക്കണമേ എന്ന പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥന പ്രഥമ പരിഗണന നൽകി പ്രാർത്ഥിക്കേണ്ടുന്നൊരു പ്രാർത്ഥനയാണ്, അള്ളാഹു പാപം പൊറുക്കാൻ വേണ്ടി. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് നാം പ്രാധാന്യം കൊടുക്കേണ്ടത് ഹിദായത്തിന് വേണ്ടിയാണ്. അത് ഏറ്റവും പ്രധാനമാണ്. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി ജീവിതത്തിൽ ഒരു ദിവസം മുടങ്ങാതെ 17 തവണ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇത് ഏറ്റവും പ്രധാനമാണ്. കാരണം നമുക്കറിയില്ല, നമ്മൾ വിശ്വാസിയായി പലരും ജനിക്കും, വിശ്വാസിയായി അങ്ങനെ ജീവിക്കും. പക്ഷേ പലപ്പോഴും മരണം അത് മുനാഫിക്കോ കാഫിറായിട്ടോ ആയിരിക്കും. അല്ലാഹു തആല കാത്ത് രക്ഷപ്പെടുത്തുമാറവിടെ. എപ്പോഴാണ്, ഏത് സന്ദർഭത്തിലാണ്, ഏത് കാരണം കൊണ്ടാണ് ഒരു മനുഷ്യൻ അവൻ്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് അകന്നു പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഹിദായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഏതൊക്കെ വിധത്തിലാണ് പരീക്ഷണങ്ങൾ വരുന്നത്? അത് രോഗത്തിൻ്റെ രൂപത്തിൽ, ദുരന്തത്തിൻ്റെ രൂപത്തിൽ, എന്തൊക്കെയാണ്? വളരെ പെട്ടെന്നല്ലേ, നമ്മൾ ചെറിയ ഒരു പനി വന്നു, ഡോക്ടറെ കാണിച്ചു അല്ലേ, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അപ്പം ചെറിയൊരു തകരാറ്, വീണ്ടും ഒരു ടെസ്റ്റ് നടത്തുന്നു, റിസൾട്ട് വരുന്നു, ആള് ക്യാൻസർ ബാധിതനാകുന്നു. ഇതൊന്നും വലിയ സമയമൊന്നും വേണ്ടല്ലോ, എത്ര പെട്ടെന്നാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുപോലെയുള്ള വലിയ അസുഖങ്ങൾ, രോഗങ്ങൾ, പൊടുന്നതിനുണ്ടാകുന്ന ദുരന്തങ്ങൾ, സാമ്പത്തികമായ നഷ്ടം, ജീവനഷ്ടം, അതുപോലെ തന്നെ അഭിമാനത്തിൻ്റെ തകർച്ച, അങ്ങനെ 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 വീട് നഷ്ടപ്പെടുന്നു, പള്ളികൾ നഷ്ടപ്പെടുന്നു, ബുൾഡോസറുകൾ നാട് ഭരിക്കുന്നു, പാവപ്പെട്ട ജനങ്ങൾ ക്രൂരമാംവിധം പീഡിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ പ്രകൃതി ദുരന്തത്തിൻ്റെ രൂപത്തിൽ അല്ലേ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് മാത്രമല്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബ ഭാര്യ മക്കൾക്ക് വേണ്ടിയാവണം, നമ്മുടെ സൗഹൃദബന്ധത്തിലുള്ളവർക്ക് വേണ്ടിയാവണം, ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി ആ പ്രാർത്ഥന ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് യുനജ്ജീകും മിൻ കുല്ലി കർബ്, എല്ലാ വിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ് എന്ന ബോധ്യത്തിലുള്ള പ്രാർത്ഥന. അത് മിൻ ദുലുമാത്തിൽ ബർരി വൽ ബഹർ, അത് ഈ ബറിൻ്റെ കരയുടേതാവട്ടെ കടലിൻ്റേതാവട്ടെ, അവയൊക്കെ അന്ധതയിൽ നിന്നാവാം, അന്ധകാരത്തിൻ്റെതായ ദുരിതത്തിൽ നിന്നാവട്ടെ, അതല്ല ഏതേത് വിഷമങ്ങളിൽ നിന്നാവട്ടെ, എല്ലാത്തിൽ നിന്നും കരകയറ്റുന്നവൻ അല്ലാഹു. പക്ഷേ
പ്രാർത്ഥന ആത്മാർത്ഥമാകണം. നമ്മളൊക്കെ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട, അറിയേണ്ട ഒരു കാര്യം, പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന ചില പ്രത്യേകതകൾ, ഗുണങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇഖ്ലാസാണ്. ഇഖ്ലാസ് എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥന അത് അള്ളാഹുവോട് മാത്രമായിരിക്കണം. മറ്റൊരാളോട് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം ലഭിക്കില്ല എന്ന പൂർണ്ണമായ ബോധ്യമാണ് പ്രാർത്ഥിക്കുന്നവനുണ്ടാകേണ്ടത്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, അങ്ങേ അറ്റത്തെ ഇഖ്ലാസോടുകൂടി. തളർറുഅൻ വഖുഫിയ എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. പ്രാർത്ഥിക്കുമ്പോൾ അങ്ങേ അറ്റത്തെ വിനയം, അത് സ്വകാര്യമായിട്ടാകുമ്പോൾ വളരെ നല്ലത്. അള്ളാഹുവും അവനും മാത്രം തനിച്ചാകുമ്പോൾ കണ്ണീരൊലിപ്പിച്ച് അള്ളാഹുവിലേക്ക് ഹൃദയവും കണ്ണും തുറന്ന് വെച്ച് പറയേണ്ടതൊക്കെ പറയാവുന്ന ആളാണല്ലോ അള്ളാഹു. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക. വളരെ പ്രതീക്ഷയോടെ നമ്മൾ പ്രാർത്ഥിക്കുക. നല്ല പ്രതീക്ഷ വേണം. ഉത്തമമായ ബോധ്യം അള്ളാഹു സ്വീകരിക്കും എന്ന ആ ബോധ്യം നമുക്കുണ്ടാകണം. ഇത് ഏറ്റവും പ്രധാനമാണ്. ഇഖ്ലാസ് വളരെ പ്രധാനമാണ്. പ്രാർത്ഥിക്കുമ്പോൾ വിനയാന്യതരാവണം നമ്മൾ. നാം ഒന്നുമല്ല, വളരെ നിസ്സഹായരായ ആളുകളാണ്, അള്ളാഹുവിൻ്റെ അടിമകൾ. അള്ളാഹുവാണ് ധനികൻ, ഉള്ളവൻ, കൊടുക്കുന്നവൻ, നാം ആശ്രിതർ മാത്രം. ആ ഒരു ബോധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഭക്ഷണവും വസ്ത്രവും അതേപോലെ തന്നെ നാം ജീവിക്കുന്ന, നാം കുടിക്കുന്ന വെള്ളവുമൊക്കെ അത് ഹലാലാവണം. ഭക്ഷണം ഹലാലാക്കുക എന്നത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ്. കാരണം നമുക്കറിയില്ല നമ്മൾ എന്താ കഴിക്കുന്നതെന്ന്. പലരെയും വഞ്ചിച്ചത്, തട്ടിയെടുത്തത്, അകാരണമായി പിടിച്ചെടുത്തത്, അങ്ങനെ പലതും നമ്മിലുണ്ടെങ്കിൽ, പലിശയുണ്ടെങ്കിൽ, സക്കാത്ത് കൊടുക്കേണ്ടത് കൊടുക്കാതെ അത് നമ്മുടെ മുതലുമായി കൂടിക്കലർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അപകടകരമാണ്. നമ്മൾ കരുതും ഞാൻ കൊടുത്തില്ല ധർമ്മം, സക്കാത്ത്. ആ സ്വത്തിൻ്റെ വിഹിതത്തിനനുസരിച്ച് കൃത്യമായി 2.5% അവകാശിക്ക് കൊടുക്കാതെ ആ സക്കാത്തിൻ്റെ മുതൽ നിങ്ങളുടെ സമ്പത്തുമായി നമ്മുടെ സമ്പത്തുമായി കൂടിക്കലരുന്നുണ്ടെങ്കിൽ അതും അപകടകരമാണ്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ അത് പറയുന്നിടത്ത് സുമ്മ ദക്കറ റജുൽ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ സ്പർശിക്കുന്നു എന്നാണ് ആ ഹദീസിലുള്ളത്. ഒരാളെ സ്പർശിച്ച് പറയുകയാണ്. എന്താണ്? യുതീലു സഫർ, അദ്ദേഹം ദീർഘമായിട്ട് യാത്ര ചെയ്യുകയാണ്. അശ്അത അഗ്ബർ, അദ്ദേഹത്തിൻ്റെ കോലം കണ്ടാൽ നോക്കൂ, ഈ ജഡ പിടിച്ച പൊടി പുരണ്ട മുടിയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയാളൊരു യാത്രികനാണ് അർത്ഥം. വിദൂരമായി യാത്ര ചെയ്യാൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ആ യാത്രാ മധ്യയെങ്ങാനും അദ്ദേഹം പ്രാർത്ഥിച്ചെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ അദ്ദേഹം അവകാശപ്പെട്ടവനാണ് എന്ന അർത്ഥം. അങ്ങനെയാ റസൂലിൻ്റെ ആ തുടക്കം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ മത്അമുഹു ഹറാം, ഭക്ഷണം ഹറാമാണ്. മശ്റബുഹു ഹറാം, അദ്ദേഹത്തിൻ്റെ വെള്ളം കുടിക്കുന്ന പാനീയം ഹറാമാണ്. മൽബസുഹു ഹറാം, ധരിച്ചത് ഹറാമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ബിൽ ഹറാം, ആ മനുഷ്യൻ വളർന്നത് ഹറാമിലാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, അങ്ങനെയുള്ള ഒരു മനുഷ്യന് എങ്ങനെയാണ് ഉത്തരം ലഭിക്കുക എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഏറ്റവും പ്രധാനം. നാം പ്രാർത്ഥിക്കുമ്പോൾ കഴിച്ചത് നല്ലതാണോ, കുടിച്ചത് നല്ലതോ? നമ്മൾ മാത്രം കഴിച്ചും കുടിച്ചിട്ടോ, നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കുന്നത്, മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത്, അല്ലേ? ഹറാമായ ഒരു പോളിസി എടുത്തിട്ട് നമ്മൾ മരിച്ചാലും അതിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ ഭാര്യക്കും മക്കൾക്കും കിട്ടിയിട്ട് ആ മക്കളെ കൂടി ഹറാമ് തീറ്റിച്ച് നരകത്തിലെത്തിക്കുന്ന പ്രവർത്തനത്തിന് നമ്മൾ തുടക്കം കുറിക്കരുതെന്നർത്ഥം. അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. എന്തൊക്കെ ഹറാമുകൾ കടന്നു വരാൻ സാധ്യതയുണ്ടോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കുടുംബത്തെ സ്വന്തം മാത്രമല്ല കേട്ടോ, കുടുംബത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അന്യൻ്റെ 5 പൈസ അനാവശ്യമായത്, ഹറാമായി നമുക്ക് വേണ്ട. എന്താണോ അള്ളാഹ് തരുന്നത് ബർക്കത്തുള്ളത്? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലേ? ഉള്ളത് മതി. എന്താ ബർക്കത്ത്? ഒരു പനി വന്നാൽ ഇവിടെ 250 ദിർഹംസ്, ഇവിടെ നാട്ടിൽ മിനിമം 800 റുപ്യ വേണം. ആ പനി വരാതെ തട്ടി മാറ്റുന്നു എന്ന് പറയുന്നതാണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ. ബർക്കത്ത് ഒരു ചാക്ക് കെട്ടിൽ ആകാശത്ത് നല്ല ഇറക്കിത്തരുന്ന ഒന്നുമല്ല, നമ്മുടെ അനുഭവമാണത്. മനസ്സിനുണ്ടാകുന്ന സംതൃപ്തിയാണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ. ഒരു തലവേദന വന്നാൽ കാണിച്ചാൽ ചിലപ്പോൾ 100 ദിർഹംസ് പോകും.
അത് അള്ളാഹ് അങ്ങ് മാറ്റുവാണ്. ഇങ്ങനെ ഓരോ ഒന്നിലെ നിങ്ങളൊരു കാര്യം ഉദ്ദേശിച്ച് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ബസ് കിട്ടുന്നു, അതൊരു ബർക്കത്താണ്. നിങ്ങൾ ആ മെട്രോസ് അവിടെ യൂണിയൻ മെട്രോയിൽ ഉടനെ നിങ്ങൾക്ക് പോകേണ്ട മെട്രോ, അതൊരു ബർക്കത്താണ്. നിങ്ങൾ പോകുന്നിടത്ത് കാണാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യനെ കാണുന്നു, അതൊരു ബർക്കത്താണ്. എന്തൊരു ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ പോകുന്നത് അത് സാധ്യമാകുന്നു, അതൊരു ബർക്കത്താണ്. ഇങ്ങനെയാണ് ബർക്കത്തിനെ കാണേണ്ടത്. ഈ ബർക്കത്താണ് നമുക്ക് വേണ്ടത്. കുറച്ചേ വേണ്ടൂ, ധാരാളമൊന്നും വേണ്ട. അതുകൊണ്ട് ഉള്ളത് ഹലാലും ബർക്കത്തുമുള്ളതുമാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കുക. ഈ വിധത്തിൽ പ്രതീക്ഷയോടെ, ഉറച്ച ബോധ്യത്തോടെ, പക്ഷേ ക്ഷമ കെട്ടു പോകരുത്. എന്തുകൊണ്ടാണ് പടച്ചോൻ തരാത്തത്? അത് തീരെ പാടില്ല. ഒരു പ്രാർത്ഥനയും അള്ളാഹു നൽകാതെ തീരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന് ഏറ്റവും നാണമുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് കൈ ഇങ്ങനെ ഉയർത്തി എന്നിട്ട് അതിലൊന്നും ഇട്ടുകൊടുക്കാതെ ആ കയ്യിനെ മനുഷ്യൻ പിൻവലിക്കുന്നു എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ലജ്ജയുള്ള കാര്യം, പടച്ചവരെ നാണിപ്പിക്കുന്ന കാര്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുക നമ്മൾ ധാരാളമായിട്ട്. നമ്മുടെ മുമ്പിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആഹാരമുണ്ട്, മരണമുണ്ട്, വിചാരണയുണ്ട്, നമ്മുടെ മക്കളുടെ ഭാര്യ കുടുംബമുണ്ട്, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നു, വീടുകൾ തകർക്കപ്പെടുന്നു, പള്ളികൾ ഇല്ലാതെയായി പോകുന്നു, കുഞ്ഞുങ്ങളെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്യുന്നു, കൂട്ടക്കുഴിമാടങ്ങളിൽ അവരെ കവറടക്കുന്നു. എന്തെല്ലാം വിഷയങ്ങൾ! എല്ലാം നമ്മൾ റബ്ബിൻ്റെ മുമ്പിൽ വെക്കുക. ഏറ്റവും പ്രധാനം ആഖിറത്തിലെ രക്ഷയും സ്വർഗപ്രവേശനവും നരകമോചനവുമാണ്. അതോടൊപ്പം തന്നെ ഹിദായത്തും, പടച്ചവൻ്റെ മഗ്ഫിറത്തും, റിളയും മറ്റ് എല്ലാ കാര്യങ്ങളും. മാതാപിതാക്കളെ വിട്ടുപോകരുത്, കുടുംബങ്ങളെ വിട്ടുപോകരുത്, ഉറ്റവരെ, ഉടയവരെ, നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, പരിഷ്കർത്താക്കളെ, ഈ വിധം സൗകര്യങ്ങളൊക്കെ ഉണ്ടാകാൻ അങ്ങേയറ്റം വിയർപ്പൊഴുക്കി കഠിനാധ്വാനം ചെയ്ത മഹാന്മാർ, അവർക്ക് നമ്മോടൊപ്പമില്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. സമയമായി. നോമ്പ് തുറക്കും മുമ്പുള്ള പ്രാർത്ഥന അത് മുസ്തജാബാണ്, സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. അള്ളാഹു നമ്മുടെ നോമ്പുകൾ ഇഖ്ലാസുള്ള നോമ്പുകളായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ നോമ്പെന്നല്ല, മുഴുവൻ നോമ്പുകളും നല്ല ഇഖ്ലാസോടുകൂടി വീട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക്, ക്ഷമിക്കണം, നോറ്റ് വീട്ടാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ, ഹിദായത്ത് നീ നൽകണമേ അള്ളാഹ്. ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ കൊണ്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഒരുപാട് പേർ രോഗബാധിതരായിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും നീ ശിഫ നൽകണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.